വൈപ്പിനിൽ അഭിഭാഷകന്റെ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ ഗാർഹിക പീഡന കേസ് ഏറ്റെടുത്തതിന്റെ പകയെന്ന ആരോപണം. പ്രതിയായ ഡെക്സ്റ്റർ എന്ന വേലുവിന്റെ ഭാര്യ നൽകിയ പരാതി ഏറ്റെടുത്തതാണ് പ്രകോപനമെന്ന് അഭിഭാഷകനായ ഡോൾഗോവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കഴുത്തിലും നെഞ്ചിലും വയറിലും കുത്തേറ്റ പിതാവ് ഗുരുതരമായ ആശുപത്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികളായ ഡെക്സ്റ്റർ, ഡൈനാസ്റ്റ് എന്നിവരെ പോലീസ് പിടികൂടി. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സമൂഹം ഭയപ്പെടേണ്ട ഒരു സംഭവമാണ് ഇന്നലെ വൈപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കേസ് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു അഭിഭാഷകന്റെ കുടുംബത്തിന് ക്രൂരമായ ആക്രമണം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അഭിഭാഷകനായിട്ടുള്ള ഡോൾഗോവാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോൾഗോവ്, എന്താണ് ഇന്നലെ പിതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താനാണ് പ്രതികൾ ശ്രമിച്ചത്? എന്തായിരുന്നു ഇതിന്റെ സംഭവം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു കേസ് നടത്താൻ വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യത്തിനാണ് സ്ത്രീയുടെ ഭർത്താവാണ് വന്നിട്ട് കേസ് എടുക്കരുത് എന്നും പറഞ്ഞുകൊണ്ട്, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, മദറിനോട് ഇവിടെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രായമായ, അവരെ വന്ന് ഭീഷണിപ്പെടുത്തി അച്ഛനെ കഴുത്തറുത്ത് നെഞ്ചത്ത് 4 കുത്ത്, കിഡ്നി പോയി, പാൻക്രിയാസ് കട്ടായി. ഇവിടുത്തെ ഒരു ഗ്ലാൻഡിന്റെ സീരിയസ് ആണിപ്പോൾ. 24 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും രക്ഷപ്പെടുമോ എന്ന് പറയാൻ സാധിക്കുള്ളൂ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നു? ഞാനുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് പറഞ്ഞു, നിന്റെ മകൻ എവിടെയെന്ന് ചോദിച്ചു. നീ കേസ് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഞങ്ങൾ നാശം വരുത്തി കൊന്നു, എല്ലാത്തിനും കുത്തി കൊന്നു കളയുന്നു പറഞ്ഞ് കയ്യിൽ 2 എണ്ണത്തിൻ്റെ കയ്യിൽ 2 പേരുണ്ടായിരുന്നു. വന്നു ഞാൻ നോക്കുമ്പോൾ ഇങ്ങോരം മലത്തി ഇട്ട് ഞാൻ അടുത്ത് വന്നു. എന്നെ കുത്തി ഞാൻ ഓടി നിലവിളിച്ച് രക്ഷിക്കണേ എല്ലാവരും ഓടി പോയെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ കഴുത്തിലിട്ട് ഇങ്ങനെ ആറത്താഴത്ത് ഇവിടോട്ടൊക്കെ കൂത്തി ഞാൻ നിലവിളിച്ചിട്ട് ഓടി പോകത്തോട്ട്. ആരൊക്കെ പ്രതികള്? അതൊന്ന് വാവക്കുട്ടി എന്നറിയപ്പെടുന്ന കോമത്ത് വീട്ടിലെ ഡൈനാസ്റ്റ്, രണ്ടാമത്തത് കോമത്ത് വീട്ടിലെ തന്നെ ഡെക്സ്റ്റർ എന്ന് പറയുന്ന ഒരു വേലു എന്ന് പറയുന്നത്. അപ്പോൾ വേലു അയാളുടെ ഭാര്യയുമായിട്ടുള്ള വിഷയം, ഭാര്യയ്ക്ക് എന്തോ ഒരു വേറൊരു അവരുടെ പേഴ്സണൽ വിഷയം. അപ്പോൾ ഭാര്യനെ ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഭാര്യയ്ക്ക് തിരിച്ച് വീട്ടിൽ കയറണം. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഒരു അഭിഭാഷകന്റെ സഹായം ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് കേസ് ഏറ്റെടുക്കരുത് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അഭിഭാഷകർ അവരുടെ ജോലി ചെയ്യും. അങ്ങനെ ജോലി ചെയ്യുന്ന അഭിഭാഷകരുടെ കുടുംബത്ത് കയറി അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കയറി വീട്ടിലുള്ളവരെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു പതിവ് കേരളം കേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. എന്തായാലും ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രതികളിപ്പോൾ പിടിയിലായിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് പോലീസ് നീങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.